നിഷാൻ, LSSകാർക്ക് വേണ്ടിയുള്ള 4-5 ചോദ്യങ്ങൾ കൂടി. ഓക്കെ അല്ലേ? ആദ്യത്തെ ചോദ്യം, 2 കാര്യങ്ങൾ പറയും. ഇതിൽ ഏതെങ്കിലും സെന്റൻസ് ശരിയുണ്ടോ എന്നാണ് പറയേണ്ടത്. പക്ഷികൾക്ക് ഉഷ്ണരക്തമാണ്, അവയുടെ ബ്ലഡ് ചൂടുള്ളതാണ്. അതാണ് ഒന്നാമത്തേത്. 2, പക്ഷിപ്പനിക്ക് കാരണം വൈറസ് ആണ്. പക്ഷികൾക്ക് ഉഷ്ണരക്തം, അവർ ചൂടുള്ള രക്തമുള്ളതാണ്. 2, പക്ഷിപ്പനിക്ക് കാരണം വൈറസ് ആണ്. ഇതിന് ചോയ്സ് ഇങ്ങനെയാണ്: 2ഉം ശരിയാണ്, ഒന്നാമത്തത് മാത്രം ശരി, രണ്ടാമത്തത് മാത്രം ശരി, 2ഉം തെറ്റാണ്. 2ഉം ശരിയാണ്. 2 ശരിയാണോ? പക്ഷികൾക്ക് ഉഷ്ണ ബ്ലഡ് അല്ല. അതെ, 2ഉം ശരിയാണ്. പക്ഷികളുടേത് ഉഷ്ണരക്തമാണ്, ചൂടുള്ള രക്തമാണ്. പക്ഷിപ്പനിക്ക് കാരണം വൈറസുമാണ്. അപ്പൊ എന്താ? 2 ശരിയാട്ടോ. ഓക്കെ, എങ്കിൽ അടുത്ത ചോദ്യം. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷിയാണ് മലമുഴക്കി വേഴാമ്പൽ. വേഴാമ്പലിന്റെ ശാസ്ത്രീയ നാമമാണ് പാവോ ക്രിസ്റ്റാറ്റസ്. 2 സെന്റൻസ് ഉണ്ട്. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാ? ശരിയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വേഴാമ്പലിന്റെ ശാസ്ത്രീയ നാമമാണ് പാവോ ക്രിസ്റ്റാറ്റസ്. തെറ്റാണോ? തെറ്റാണ്. വൈ? കാരണം പാവോ ക്രിസ്റ്റാറ്റസ് എന്തിന്റെ ശാസ്ത്രീയ നാമമാണ്? ഇന്ത്യയുടെ ഔദ്യോഗിക പക്ഷിയുടെ മയിലിന്റെതാണ് കേട്ടോ പാവോ ക്രിസ്റ്റാറ്റസ്. ഓക്കെ, എന്തൊക്കെ പഠിച്ചു വെച്ചാലേ ഉള്ളൊരു ക്വസ്റ്റ്യൻ ശരിയാക്കാൻ പറ്റൂ. നേരത്തെ GK ആയിരുന്നെങ്കിൽ ഒറ്റയെണ്ണം പഠിച്ചാൽ മതിയായിരുന്നു. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഒരെണ്ണം മാത്രമേ ശരിയുള്ളൂ. ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പലാണെന്നുള്ളത് മാത്രം കേട്ടോ, മറ്റത് തെറ്റ്. ഓക്കെ, ഏറ്റവും വലിയ പക്ഷിയാണ് ഒട്ടകപ്പക്ഷി. ഒരു സ്റ്റേറ്റ്മെന്റ്: പക്ഷികളുടെ രാജാവാണ് ഒട്ടകപ്പക്ഷി. ഏറ്റവും വലിയ പക്ഷിയാണ് ഒട്ടകപ്പക്ഷി. അത് മാത്രം. പക്ഷികളുടെ രാജാവ് ആരാ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഏതാ? വോൾച്ചർ, കഴുകനാണ്. ഓക്കെ, അതിൽ ഒരെണ്ണം മാത്രമേ ശരിയുള്ളൂ. എങ്കിൽ പക്ഷിവർഗത്തിലെ പോലീസ് എന്നറിയപ്പെടുന്നത് കാക്കയാണ്. പ്രകൃതിയുടെ തോട്ടി എന്നറിയപ്പെടുന്നതും കാക്കയാണ്. ആദ്യത്തെ തെറ്റാണ്, രണ്ടാമത്തെ മാത്രം ശരി. പ്രകൃതിയുടെ തോട്ടി കാക്കയാണ്. തോട്ടിപ്പണി എടുക്കുന്നത്, എല്ലാം വൃത്തിയാക്കുന്നത് കാക്കയാണ്. അപ്പൊ പിന്നെ ആദ്യത്തോ പക്ഷിവർഗത്തിലെ പോലീസ് ആരാ? അത് ഈഗിളായിരിക്കും. കാക്കത്തമ്പുരാട്ടി. ആരാ? ചെറിയ പക്ഷിയെ കാക്കത്തമ്പുരാട്ടിയാണ്. അപ്പൊ ഒരെണ്ണം മാത്രമേ ശരിയുള്ളൂ. അതായത് കാക്കയുടെ കാര്യം മാത്രമേ ശരിയുള്ളൂ. പക്ഷിവർഗത്തിലെ പോലീസ് കാക്കത്തമ്പുരാട്ടി. ലാസ്റ്റ് ചോദ്യം പെട്ടെന്ന്. പറക്കുന്ന സസ്തനി പ്ലാറ്റിപ്പസ്. ഇറങ്ങിയിരിക്കടാ. വിജ്ഞാനത്തിന്റെ പ്രതീകമായ പക്ഷിയാണ് പ്രാവ്. ആദ്യത്തെ ശരിയല്ലേ? പറക്കുന്ന സസ്തനി ഏതാ? പോടാ, പ്ലാറ്റിപ്പസ് ഒന്നും പറക്കുകയല്ല, വവ്വാൽ. പറക്കുന്ന പക്ഷി ഏതാ? പറക്കുന്ന സസ്തനി ഏതാ? വവ്വാൽ, മാമൽ. യെസ്. അല്ല തന്നെ പ്ലാറ്റിപ്പസ് പറക്കൂ. പടം നോക്കണം കേട്ടോ എടുത്ത്. അപ്പോൾ അതും തെറ്റാണ്. അത് വവ്വാലാണ്. രണ്ടാമത് വിജ്ഞാനത്തിന്റെ പക്ഷി എന്നുള്ളത് പ്രാവല്ല, പകരം മൂങ്ങയാണ്. എന്താ? ഓക്കേ.